friends, welcome to our classroom. I am your Sri Lekha teacher. Today's topic is could. The past form of can, a model auxiliary. Okay, could. കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ആയിട്ട് നമ്മൾ മോഡൽ ഓക്സിലറീസ് വിൽ, വുഡ്, ഷാൽ, ഷുഡ്, ക്യാൻ വരെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്ത ആൾക്കാർ ആ വീഡിയോസ് കാണേണ്ടതാണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കുഡ് ആണ് ആൻഡ് ഇറ്റ്സ് 6 റൂൾസ്. അതിൽ 3 റൂൾസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അടുത്ത 3 റൂൾസ് നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നതാണ്. ഓക്കെ, ദി ഫസ്റ്റ് റൂൾ ഈസ് കുഡ് ഈസ് യൂസ്ഡ് ഇൻ റിപ്പോർട്ടഡ് സ്പീച്ച്. നമ്മൾ വുഡ്, ഷുഡ് ഒക്കെ പഠിക്കുമ്പോഴും ഈ റിപ്പോർട്ടഡ് സ്പീച്ചിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് വെച്ചാൽ ഇൻഡയറക്റ്റ് സ്പീച്ച്. ഓക്കെ, ഇൻഡയറക്റ്റ് സ്പീച്ചിൽ നമ്മൾ ഈ കുഡ് യൂസ് ചെയ്യുന്നു. ക്യാനിന്റെ പാസ്റ്റ് ഫോമാണ് കുഡ്. ഓക്കെ, ഡയറക്റ്റ് സ്പീച്ചിൽ ക്യാൻ ഉപയോഗിക്കുമ്പോൾ ഇൻഡയറക്റ്റ് സ്പീച്ചിൽ കുഡാണ് ഉപയോഗിക്കുന്നത്. ഞാൻ അതൊരു എക്സാമ്പിളിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തി തരാം കേട്ടോ. ദി ക്യാപ്റ്റൻ സെഡ് we can defeat the enemy. The captain said we can defeat the enemy. Okay, അത് ഡയറക്റ്റ് സ്പീച്ച് ആണ്. ഇൻഡയറക്റ്റിലേക്ക് എഴുതുമ്പോൾ the captain said we could defeat the enemy. The captain said we could defeat the enemy. ഓക്കെ, ക്യാൻ എന്തായി മാറി? കുഡ്. ഇൻഡയറക്റ്റ് സ്പീച്ചിൽ കുഡാണ് ഉപയോഗിക്കുക, ഡയറക്റ്റ് സ്പീച്ചിൽ ക്യാൻ ആണ്. കുഡിന്റെ ഫസ്റ്റ് റൂള് ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ റിപ്പോർട്ടഡ് സ്പീച്ച്. സെക്കൻഡ് റൂൾ എന്ന് പറയുന്നത് പാസ്റ്റ് എബിലിറ്റിയെ സൂചിപ്പിക്കുന്നതാണ്. ടു എക്സ്പ്രസ് പാസ്റ്റ് എബിലിറ്റി, കഴിഞ്ഞ കാലത്ത് ഉള്ള കഴിവുകളെ സൂചിപ്പിക്കുക. ഇപ്പോഴത് ഇല്ല എന്നർത്ഥം. ഇപ്പോൾ ആ കഴിവില്ല, കഴിഞ്ഞ കാലത്ത് അങ്ങനെ കഴിവുണ്ടായിരുന്നു. ഞാനത് എക്സാമ്പിളിലൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഐ കുഡ് റീഡ് വിത്തൗട്ട് ഗ്ലാസസ് ടിൽ ലാസ്റ്റ് ഇയർ. ഐ കുഡ് റീഡ് വിത്തൗട്ട് ഗ്ലാസസ്, കണ്ണടയില്ലാതെ കഴിഞ്ഞ വർഷം വരെ എനിക്ക് വായിക്കാൻ സാധ്യമായിരുന്നു. ഇപ്പോൾ പക്ഷെ എനിക്കത് കഴിയുന്നില്ല. ഐ കുഡ് റീഡ് വിത്തൗട്ട് ഗ്ലാസസ്. കുഡ് റീഡ് കഴിയുമായിരുന്നു. ഇപ്പൊ പറ്റുമോ? പറ്റില്ല. ഐ കുഡ് റീഡ് വിത്തൗട്ട് ഗ്ലാസസ് ടിൽ ലാസ്റ്റ് ഇയർ, കഴിഞ്ഞ വർഷം വരെ കഴിയുമായിരുന്നു. കുഡ് റീഡ് കഴിയുമായിരുന്നു. ഐ കുഡ് റൺ 4 miles അറ്റ് എ സ്ട്രെച്ച് വെൻ ഐ വാസ് യങ്. ചെറുപ്പമായിരുന്നപ്പോൾ ഒറ്റ ഓട്ടത്തിന് 4 കിലോമീറ്റർ വരെ ഓടുമായിരുന്നു. ഓക്കെ, I could run 4 kilometers at a stretch. അത് കുറച്ച് നടക്കുമെന്ന് അറിയില്ല, എങ്കിലും when I was young, ഞാൻ ചെറുപ്പമായിരുന്ന സമയത്ത് അങ്ങനെ എനിക്ക് സാധ്യമായിരുന്നു. ഇപ്പോഴോ എനിക്കിപ്പോൾ ഓടാൻ അത്രയും ദൂരം ഓടാൻ സാധ്യമല്ല എന്ന് പറയാം. അതായത് നമ്മൾ പാസ്റ്റിലെ എബിലിറ്റിയെ സൂചിപ്പിക്കാനാണ് നമുക്ക് ഈ പറയുന്ന കുഡ് ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ ഈ കുഡ് നമുക്ക് എപ്പോഴും ആൾക്കാർ തെറ്റിക്കുന്ന ഒന്നുകൊണ്ടുണ്ട്. പാസ്റ്റ് അച്ചീവ്മെന്റ് ആണെങ്കിൽ കുഡ് ഉപയോഗിക്കാൻ പാടില്ല കേട്ടോ. പാസ്റ്റ് അച്ചീവ്മെന്റ് ആണെങ്കിൽ നമ്മളവിടെ കുഡിന് പകരം വാസ് ഏബിൾ ടു എന്ന് യൂസ് ചെയ്യുക. വാസ് ഏബിൾ ടു അല്ലെങ്കിൽ മാനേജ്ഡ് ടു എന്ന് യൂസ് ചെയ്യുക. ഞാൻ എക്സാമ്പിൾ പറയാം. ഐ കുഡ് സോൾവ് ദ പ്രോബ്ലം എന്ന് എഴുതുമ്പോൾ എല്ലാ ആൾക്കാരും ശരിയാണെന്ന് വിചാരിക്കും, പക്ഷെ അത് അച്ചീവ്മെന്റ് ആണ്. കുഡ് സോൾവ് ദ പ്രോബ്ലം ആണ്, ഓടിയതുപോലെ അല്ലത്. അതിന് അല്പം ഡിഫിക്കൽട്ടാണ്. ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്ത് വരുമ്പോൾ സംതിങ് ഡിഫിക്കൽട്ട്. അപ്പോൾ അങ്ങനെ അച്ചീവ്മെന്റ് ആണെങ്കിൽ നമുക്ക് കുഡിന്റെ സ്ഥാനത്ത് ഉപയോഗിക്കാവുന്നതാണ് വാസ് ഏബിൾ ടു. ഈ PSCക്കൊക്കെ വരുമ്പോൾ നമ്മളല്ലെങ്കിൽ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷന് ഒക്കെ വരുന്ന സമയത്ത് ഈ പോർഷൻസ് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മുടെ മാർക്ക് ഒന്നാണെങ്കിൽ അത് പോയി കിട്ടും. അത് ശരിയാകണമെങ്കിൽ അതിൻ്റെ സെൻറ്റൻസ് വായിച്ച് അതിൻ്റെ അർത്ഥം നോക്കണം. അത് പാസ്റ്റ് എബിലിറ്റി ആണോ പാസ്റ്റ് അച്ചീവ്മെന്റ് ആണോ എന്ന് നിങ്ങൾ ശ്രദ്ധിച്ച് വായിച്ചു നോക്കണം. ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ പറഞ്ഞത് ഐ കുഡ് സോൾവ് ദ പ്രോബ്ലം, റോങ് സെന്റൻസ്. ഐ വാസ് ഏബിൾ ടു സോൾവ് ദ പ്രോബ്ലം. ഐ വാസ് ഏബിൾ ടു, കാരണം അതൊരു അച്ചീവ്മെന്റ് ആണ്. അല്ലെങ്കിൽ മാനേജ്ഡ് ടു ഉപയോഗിക്കാം നമുക്ക്. മാനേജ് ടു, ഞാൻ അതിനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഹി ഡസൻ നോ ഹിന്ദി. അവന് ഹിന്ദി അറിയില്ല, പക്ഷെ ഹിന്ദി പറയേണ്ട അല്ലെങ്കിൽ എഴുതേണ്ട ഒരു സന്ദർഭം അവന് വന്നു. അപ്പോൾ അവൻ എങ്ങനെയാണെങ്കിലും അത് ഇത്തിരി ബുദ്ധിമുട്ടിയിട്ടാണെങ്കിൽ അത് സംസാരിക്കുകയോ എഴുതുകയോ വേണം. അപ്പോൾ എങ്ങനെ പറയും? ഹി ഡസൻ നോ ഹിന്ദി ബട്ട് ഹി ക്യാൻ മാനേജ് ഇറ്റ്. പക്ഷെ അതവൻ മാനേജ് ചെയ്തു. അപ്പോൾ അവിടെ മാനേജ് ചെയ്യുക എന്ന് പറയുന്ന ആ വേർഡ് അവിടെ നമുക്ക് ചേർക്കാം. വാസ് ഏബിൾ ടു എന്ന വേർഡ് നമുക്ക് അവിടെ ചേർക്കാം. അപ്പോൾ കുഡ് എല്ലായിടത്തും പറ്റില്ല എന്നുള്ളതാണ്. സെക്കൻഡ് റൂളിലാണ് ഇത് വിടുക. തേർഡ് റൂൾ എന്ന് പറയുന്നത് ഇനബിലിറ്റിയാണ്. അതായത് നമുക്ക് കഴിഞ്ഞില്ല, നമ്മൾ ചെയ്യേണ്ട കാര്യമായിരുന്നു, നമുക്ക് ഇത് സാധിച്ചില്ല. ചെയ്യേണ്ട കാര്യമായിരുന്നു പക്ഷെ നടന്നില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് കുഡിൻ്റെ ആണ് ഉപയോഗിക്കുന്നത്. കുഡിൻ്റെ നെഗറ്റീവ് ഫോമാണ് കുഡിൻ്റെ. അത് നമുക്ക് ഉപയോഗിക്കാം. വൈ കുഡിൻ്റ് യു കം യെസ്റ്റർഡേ? എന്താ നീ ഇന്നലെ വന്നില്ല, വരേണ്ടതല്ലായിരുന്നു.
ഐ കുഡിൻ കം യെസ്റ്റർഡേ, എനിക്ക് വരാൻ സാധിച്ചില്ല. അപ്പോൾ നമുക്ക് ഇന്നബിലിറ്റിയാണ്, കഴിഞ്ഞില്ല എന്ന് സൂചിപ്പിക്കാൻ നമ്മൾക്ക് ഐ കുഡിൻറ്റ് കം യെസ്റ്റർഡേ. അപ്പോൾ നമ്മൾ ഇന്ന് കുഡിന് 3 റൂൾസ് പഠിച്ചു. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ റിപ്പോർട്ടഡ് സ്പീച്ച്. സെക്കൻഡ് റൂൾ എന്തായിരുന്നു? ഷോയിങ് പാസ്റ്റ് എബിലിറ്റി. പാസ്റ്റ് എബിലിറ്റിക്ക് കുഡ് ഉപയോഗിക്കും. പാസ്റ്റ് അച്ചീവ്മെന്റിന് നമ്മൾ വാസ് ഏബിൾ ടു ഓർ മാനേജ് ടു ഉപയോഗിക്കും. ഇനി തേർഡ് റൂൾ പാസ്റ്റ് ഇൻഎബിലിറ്റി. പാസ്റ്റ് ഇൻഎബിലിറ്റിക്ക് നമ്മൾ നെഗറ്റീവ് ഫോം ഓഫ് കുഡ് ഉപയോഗിക്കും, കുഡിൻ്റെ ഉപയോഗിക്കും. ഓക്കെ, വളരെ ശ്രദ്ധാപൂർവം കേൾക്കുകയും എഴുതിയും പഠിക്കുകയും ഇത് ചെയ്യുക. കഴിഞ്ഞ വീഡിയോസ് എല്ലാവരും കാണുക. ഇപ്പോൾ ഈ ക്ലാസ് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻസ് എല്ലാവരും ഇടണം. കമൻസ് വന്നാലല്ലേ ഇതെങ്ങനെയാണെന്ന് അറിയുക. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ കമൻസ് വരണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഇത് നിങ്ങളെല്ലാവരും ഷെയർ ചെയ്യേണ്ടതാണ്. അവർക്ക് ഇത് സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾ ഇതിൻ്റെ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴേ ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.